ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഇന്ന് ഏതെങ്കിലും വിധത്തിലുള്ള അസ്വസ്ഥതകൾ, ഏതെങ്കിലും വിധത്തിലുള്ള രോഗങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, ഉത്കണ്ഠകൾ നിന്നെ ഭരിക്കുന്നുണ്ടോ? അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? ഭാരപ്പെടുത്തുന്നുണ്ടോ? എങ്കിൽ യേശുക്രിസ്തു നമ്മോട് ഇപ്രകാരം പറയുന്നു: നീ ആകുലപ്പെടുന്നത് കൊണ്ട് എന്താണ് നിനക്ക് പ്രയോജനം? നിന്റെ ആയുസ്സിൻ്റെ നീളം ഒരു മുഴം കൂടി നീട്ടാൻ നിനക്ക് കഴിയുമോ? അതോടൊപ്പം തന്നെ അവിടുന്ന് ഇപ്രകാരം ചോദിക്കുന്നില്ലേ: നിന്റെ തലയിലെ ഓരോ മുടിയിഴ പോലും ഞാൻ എണ്ണിയിരിക്കുന്നുവെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അവിടെ നമ്മോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയാണ് സ്വർഗം വിട്ട് ഇറങ്ങി വന്നത്. നമ്മുടെ ആകുലതകളിൽ, ഉത്കണ്ഠകളിൽ, അസ്വസ്ഥതകളിൽ, ലോകം നൽകുന്ന ഭയാനകമായ അവസ്ഥയിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കുവാൻ അതിനുവേണ്ട വഴികൾ കാണിച്ചു തരുവാൻ അവിടുന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നമ്മോടൊത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴെങ്കിലും നീ യേശുവിനെ വിളിച്ചിട്ടുണ്ടോ? എൻ്റെ ഈ പ്രശ്നങ്ങളിലേക്ക് ഒന്ന് കടന്നു വരണമേ, എന്നെ സഹായിക്കുവാൻ കടന്നു വരണമേ, യേശുവെ അങ്ങൻ്റെ രക്ഷകനാണല്ലോ എന്ന് എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നീ അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. നിന്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരും. കാരണം ദൈവവചനം പറയുന്നു, വിളിക്കും മുമ്പേ ഞാൻ അവന് ഉത്തരമരുളും. അതെ, നമ്മുടെ ഹൃദയത്തിൻ്റെ, നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ, നീ വിചാരിക്കുന്നതിനേക്കാൾ ഉപരി സഹായിക്കുവാൻ തയ്യാറുള്ള ഒരു ദൈവം നമുക്കുണ്ട്. നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം: യേശുവേ, അവിടുന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരണമേ. ഇന്ന് ഈ ലോകത്തിലെ ഏറെ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. മുന്നോട്ട് നോക്കുമ്പോൾ അന്ധകാരം മാത്രം, പ്രതീക്ഷയില്ലാത്ത അവസ്ഥ. യേശുവേ, അങ്ങ് അരുളി ചെയ്തല്ലോ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ വസിക്കുന്നില്ല, അവനിൽ ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കുമെന്ന്. യേശുവേ, ഇപ്പോൾ ആ ജീവൻ്റെ പ്രകാശം എന്നിലേക്ക് ചൊരിയണമേ. എൻ്റെ പ്രശ്നങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അങ്ങാകുന്ന പ്രകാശം എൻ്റെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉളവാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.